നമുക്കൊരു കഥ കേട്ടാലോ? ഒരു നവദമ്പതികൾ വിവാഹത്തിന് ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇടയ്ക്ക് അവർക്ക് ഒരു നദി മുറിച്ചു കിടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരു ചെറിയ വള്ളത്തിൽ കയറി നദിയിലൂടെ യാത്ര തുടങ്ങി. വള്ളം നദിയുടെ ഇടയ്ക്കെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റ് വളരെ ഭയാനകരമായിരുന്നു. അതുകൊണ്ട് ആ വള്ളം ഉലയുവാൻ തുടങ്ങി. അവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. സാഹചര്യം വളരെ മോശമായിക്കൊണ്ടിരുന്നു. ഭർത്താവ് ഒരു യോദ്ധാവായിരുന്നു. ഭാര്യ വളരെയധികം പേടിച്ച് വിറയ്ക്കുവാൻ തുടങ്ങി, അലറിക്കരയുവാൻ തുടങ്ങി. സാഹചര്യങ്ങൾ കണ്ട് അവൾ പതറിപ്പോയി. എന്നിട്ട് അവൾ അവളുടെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഭർത്താവ് യാതൊരു ചലനവുമില്ലാതെ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അവിടെ ഇരിക്കുകയായിരുന്നു. ഇവൾക്കിത് കണ്ടപ്പോൾ വളരെ പരിഭ്രാന്തി തോന്നി. എന്നിട്ട് ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങളൊരു മനുഷ്യനാണോ? അത് നിങ്ങളുടെ ഹൃദയം കല്ലുകൊണ്ട് നിർമ്മിച്ചതാണോ? നമ്മളുടെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ അങ്ങേയറ്റത്ത് എത്തുകയില്ല എന്നറിഞ്ഞിട്ടും ഇത്രയും വലിയ ഭയാനകരമായ കൊടുങ്കാറ്റും ഈ സന്ദർഭവും കണ്ടിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നു? നിങ്ങൾക്ക് ഭയമില്ലേ മനുഷ്യ? യോദ്ധാവായ ഭർത്താവ് ഇത് കേട്ട് സ്വന്തം പക്കലുണ്ടായിരുന്ന വളരെ മൂർച്ചയുള്ള ഒരു വാളെടുത്ത് ഭാര്യയുടെ കഴുത്തിന്മേൽ വെച്ചു. എന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, നിനക്ക് പേടിയുണ്ടോ? ഭാര്യ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്തിനു പേടിക്കണം? ഈ വാൾ അങ്ങയുടെ കയ്യിലല്ലേ? അങ്ങേക്ക് എന്നോട് വളരെയധികം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാമല്ലോ. ഭർത്താവ് ആ മറുപടി കേട്ടിട്ട് വാള് തിരിച്ചെടുത്തു വെച്ചു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, എന്റെ മറുപടിയും ഇത് തന്നെയാണ്. എനിക്കറിയാം എന്റെ ദൈവം എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഈ കൊടുങ്കാറ്റും ഈ പരിസ്ഥിതിയും അവന്റെ നിയന്ത്രണത്തിലാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ ഒന്നും ഭയക്കുന്നില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, അഥവാ നമ്മൾ മരിക്കുകയാണെങ്കിലും അതും നന്മയ്ക്കായിട്ടാണ്, നല്ലതിനു വേണ്ടി മാത്രമാണ്. അഥവാ നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അതും ദൈവഹിതം, അതും നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. പ്രിയമുള്ളവരെ, എന്തു വലിയൊരു വിശ്വാസത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇന്ന് നമ്മളുടെ വിശ്വാസം എവിടെയാണ്? ആരിലാണ്? മനുഷ്യനിലോ? അതോ സൃഷ്ടിയിലോ? അതോ സകലവും നിർമ്മിച്ച സകലത്തെയും നിയന്ത്രിക്കുന്ന കർത്താവായ ദൈവത്തിലോ, സൃഷ്ടികർത്താവിലോ? പലപ്പോഴും നമ്മൾ വിശ്വാസത്തെ പറ്റി പ്രസംഗിക്കാറുണ്ട്, പറയുവാറുണ്ട്, പാടാറുമുണ്ട്. എന്നാൽ വലിയ വിഷമ പരിസ്ഥിതികൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം പതറിപ്പോകാറുമുണ്ട്. നമ്മൾ അപ്പോൾ മറന്നു പോകാറുണ്ട്, നമ്മളുടെ ദൈവം ചെങ്കടലിൽ കൂടി വഴിയൊരുക്കിയ ദൈവമാണെന്നും കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ ദൈവമാണെന്നും നമ്മൾ മറന്നു പോകാറുണ്ട്. ബൈബിളിൽ റോമർ 8:28 ഇപ്രകാരം പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും, നിങ്ങളുടെ ഈ പരിസ്ഥിതിയിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നാലും, ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ എല്ലാ പരിസ്ഥിതികളും മനസ്സിലാക്കി എല്ലാം നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന്. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും.